ഗൈസ്, അപ്പം നമ്മുടെ മനോഹരമായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ കോളേജിൽ നിന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പാർക്ക് ഗ്രൗണ്ടിലോട്ട് പോകുമെന്ന്. അപ്പം ഗ്രൗണ്ടിലെത്തി ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കറങ്ങി നിൽക്കണം. അത് കഴിഞ്ഞ് നമ്മളിന്ന് കോളേജിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം കോളേജിൽ മേ ബി ലൈബ്രറി നമുക്ക് നിൽക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഒരു ദിവസം നമുക്ക് കോളേജിൽ സർവൈവ് ചെയ്യാം, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഞാനിവിടെ ഇപ്പോൾ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഇത് കണ്ടതാ. ഇവിടെ നിന്ന് ഗൈസ്, ഞാനിപ്പോൾ ഇത് ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഇവിടുന്ന് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കാം. അടിപൊളിയാ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അടിപൊളിയാ. പിള്ളേരൊക്കെ കയറി കളിക്കുന്നുണ്ട്, നല്ല രസമാണ്. ഇത് കണ്ടോ, അടിപൊളി പിള്ളേർ വന്ന് ചാടി കളിക്കുന്നത്. ഗൈസ്, പിന്നെ ഇവിടെ ഒരു സംഗതി ഉണ്ട് കേട്ടോ, നീണ്ട് നിവർന്ന് കിടക്കുന്ന അടിപൊളി ഒരു ഗ്രൗണ്ട് കണ്ടോ ഗൈസ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിങ് കയറാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇതിലെ കൂടെ നടക്കാൻ ഭയങ്കര ശാന്തതയാ, നല്ല കാറ്റും, അടിപൊളിയാ. ഇത് താറാവൊക്കെ ഉണ്ട്. താറാവ് ഇതല്ല അരയന്നല്ലേ ഇത്. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പം ഞാനിവിടെ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കട്ടെ ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്നെ രസമാണെന്നറിയോ, നല്ല ശാന്തതയും സമാധാനവും. അടിപൊളി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ, നല്ല ഒരു ചെറിയ തണുപ്പും. പിന്നെ ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഒരു അടിപൊളി വ്യൂ ആണിത്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് വ്യൂ. ഇതിൻ്റെ അകത്ത് ഇറങ്ങി കുളിക്കാൻ തോന്നും ഗൈസ്. ഞാനങ്ങനെ അവിടുന്ന് നടന്ന് യൂണിവേഴ്സിറ്റിയിലെത്തി. യൂണിവേഴ്സിറ്റി ഇപ്പം വലിയ ആൾക്കാരും തിരക്കും ബഹളവും അങ്ങനെയൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി കണ്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് പോയി ഫുഡ് കഴിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ലൈബ്രറിയിലോട്ട് വന്നു. ഇന്നിപ്പം ലൈബ്രറിയിൽ ഇരുന്ന് നേരം വെളുപ്പിക്കാമെന്നാണ് ഞാൻ ഓർത്തേക്കുന്നത്. ഇന്നിപ്പം ഞാൻ ഇത് കണ്ടോ, പിള്ളേർ ഇവിടെ വോളിബോൾ കളിക്കുന്നത്. അപ്പോൾ ഈ വോളിബോൾ കളിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, നമ്മൾ മറ്റേ പണ്ട് നാട്ടിൽ വോളിബോൾ കളിക്കുന്നതൊക്കെ, മറ്റേ ക്ലബ്ബിൽ പോയി വോളിബോൾ കളിക്കുന്നു. അപ്പം നമ്മൾ പന്തായം വെച്ചാണ് കളിക്കുന്നത്. 10 രൂപ, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് 20 ആവും. അങ്ങനെ 10, 300 രൂപ, 400 രൂപ ഒക്കെ വരെ നമ്മൾ പന്തായം വെച്ചാണ് കളിക്കുന്നത് എല്ലാ ദിവസവും. അതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ പോയി കളിയൊക്കെ കണ്ടിട്ട് പിന്നെ വരാം ഗൈസ്. അപ്പം ഞാൻ അവിടുന്ന് വന്നു. ഇനിയിപ്പം സോഫയിലോട്ട് പോയി ഇരിക്കാൻ വേണ്ടി പോവാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ബുക്ക് വേണം. കാരണം ആരെങ്കിലും വന്നാൽ പഠിക്കുകയെന്ന് നമുക്ക് പറയണം. അതുകൊണ്ടൊരു ബുക്ക് തപ്പുക ഞാനിപ്പം. നല്ല കട്ടിയുള്ള ഒരു ബുക്ക് തന്നെ നോക്കിയെടുക്കണം. കട്ടിയുള്ള ബുക്ക് എടുത്താലേ നമ്മൾ പഠിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അത്യാവശ്യം കട്ടിയുണ്ട് ഈ ബുക്ക്, ഇതെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനൊരു തലയണ, അതാണ് ഞാൻ തപ്പുന്നത്. ഇവിടെ ഈ സോഫയിലൊക്കെ വെക്കുന്ന ഒരു പില്ലോ ഇല്ലേ, അതിവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ നൈസായിട്ട് ഒരെണ്ണം എടുക്കാൻ പോവാം. ഉണ്ടോ, ഇതാണെങ്കിൽ നല്ലൊരു തലയണയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സീനാവുമായിരിക്കും. അതിന് മുമ്പ് പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി വെക്കട്ടെ ഗൈസ്. ഞാൻ ഈ തലയണ എടുത്തുകൊണ്ട് വന്നപ്പം കണ്ടൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട്, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. ഇതെന്താണ് ചെയ്തവൻ്റെ ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ്. ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് സത്യം പറഞ്ഞാൽ ബേസ് ബോർഡ് പെട്ടി വെച്ച് ചെയ്തേക്കുന്ന. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഒരു മനുഷ്യനിരിക്കുന്ന പോലെ തന്നെയില്ലേ. ഇത് ചെയ്തവനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കേട്ടോ, ചെയ്തു വെച്ചേക്കുന്നത് എത്ര അടിപൊളിയായിട്ടാണ്. ആ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ, ഷൂവിൻ്റെ ലേസൊക്കെ ഇരിക്കുന്നത് കണ്ടോ, അതാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നൈസായിട്ട് നമുക്ക് പോയി അവിടെ ഇരിക്കാം. അവിടെ ഇരുന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. എന്നാണല്ലോ ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ പോവാം. എന്നാൽ പിന്നെ ഷൂ ഒക്കെ ഊരിയിട്ട് സോക്സ് ഊരിയിട്ട് ഇരിക്കുമല്ല, ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഇവിടെ അങ്ങ് കിടക്കും. ഇവിടെ കിടക്കാനാണെങ്കിൽ അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തലേണയുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഒരു സമാധാനമായിട്ട്, ഇപ്പോൾ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുന്ന പോലെ ഇവിടെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഇരുന്നുറങ്ങാം. ഇച്ചിരി കഴിയുമ്പോൾ ഈ ലൈറ്റൊക്കെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സെൻസർ ആയതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നതാണ്. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഓഫാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓഫായാൽ അടിപൊളിയാണ് പിന്നെ ഗൈസ്. അപ്പം നല്ല ഉറക്കം വരാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങട്ടെ. അപ്പം നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങി. ഇനിയിപ്പം താഴോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ബാത്റൂമിലൊക്കെ പോയി നമ്മൾ അവിടെ ഇരിക്കുക. രാവിലെ ഇനി കാപ്പി കുടിക്കാനൊക്കെ പോകണം.
അങ്ങനെയാണ് എൻ്റെ പ്ലാന്. ഈ എടുത്ത് ബുക്കൊക്കെ കൊണ്ടുപോയി തിരിച്ചു വെക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോവുക. ഇതിപ്പം 3ാമത്തെ ഫ്ലോറാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ചെല്ലണം. അവിടെയാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ പൊതുവെ ഇരിക്കാറ്. അപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ അവിടെ കാണാം ഗൈസ്. അപ്പം രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഭയങ്കര ബിസി ആയിപ്പോയി. അത് കഴിഞ്ഞ് ക്ലാസ്സിലും കയറി. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ബസ് കിട്ടാൻ വേണ്ടി കറക്റ്റ് ഓടി വന്നപ്പം ബസ് നിൽപ്പുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി ഞാനിപ്പം വീട്ടിലോട്ട് പോവാ. ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പിൽ ചെന്നിറങ്ങിയിട്ട് വേണം കഴിക്കാൻ. അപ്പം കഴിക്കുമ്പോൾ കാണാം ഗൈസ്. അപ്പം ഞാൻ 1ാമത്തെ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് 2ാമത്തെ ബസ്സും കിട്ടി. അപ്പോൾ കഴിക്കാനൊന്നും നിന്നില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോരും ചെയ്താ. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ടപ്പേന്നാ കാലാവസ്ഥ മറന്ന. അങ്ങോട്ട് പോയപ്പോൾ നല്ല ചൂടായിരുന്നു. ഇന്നായപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അടിച്ചോളാം. അപ്പം ബൈ ബൈ ഫ്രം മെലിസ്ലോ.